നിങ്ങൾ ഒന്നിച്ചുള്ള സക്സസ്സുകളുടെ ഒരു എണ്ണം വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ സക്സസ് അല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം സക്സസ് ആണ് എങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പടങ്ങൾ. അതിന്റെ കഥ പറയുമ്പോൾ പറഞ്ഞു എത്രയോ പേരെടുത്ത് പറയാറുണ്ടെന്ന് അറിയോ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമല്ല. പക്ഷെ ഇവരൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ്. ഇത് സംഭവമൊക്കെയാണ്, ഇനി ഇതൊന്ന് സിനിമയാക്കി അഭിനയിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇട്ട് കണ്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് പാസ്സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പോസിറ്റീവ് എന്നാ പറയുന്നത്. സൗണ്ടും തനിത്തനിയാ. അത് പ്രൊജക്ഷൻ 18 പ്രാവശ്യമൊക്കെ വെക്കും ഓരോ പടത്തിന്റെ. എന്നിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും പിറ്റേ ദിവസം ഇട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരുപാട് ആളുകൾ കാണും. മദ്രാസിലൊക്കെ ആണെങ്കിൽ മദ്രാസിൽ അതിനുവേണ്ടി തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ വിളിക്കും, അവരൊക്കെ വന്ന് കാണും. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ പോയ ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മൾ റിസൾട്ട് അറിഞ്ഞിട്ട് തന്നെ തിയേറ്ററിലേക്ക് വരുന്നത് പടം. അതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷൻ അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സിദ്ദിഖയുടെ ഒരു പ്ലസ് പോയിന്റ് വേറെ ഒരു ക്വാളിറ്റി എന്നുള്ള ഞാൻ കണ്ടത്, ബോഡി ഗാർഡെന്ന് പടം കഴിഞ്ഞിട്ട് സിദ്ദിഖ ഞാനോട്ട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ജോർജിൻ്റെ ഒരു തമാശ ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സിദ്ദിഖ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ജോർജ് ഇപ്പം എന്ത് ചെയ്യണം, ഞാനിപ്പോൾ അപ്പൻ്റെ കൂടെയാണ്, അപ്പൻ എന്ത് ചെയ്യണം, അപ്പൻ വെറുതെ നടക്കുകയാണ് എന്നുള്ള സാധനം ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടാന്ന് എന്ന് പറഞ്ഞത്. അങ്ങനെ ആരും അങ്ങനെ പറയൂല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അതാ ഒരു ക്രെഡിറ്റ്. അതുപോലെ സിദ്ദിഖിൻ്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൈസറാണ്. മരണം വരെ എൻ്റെ അഡ്വൈസറായിരുന്നു. എന്ത് കാര്യം ചെയ്താലും വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും സിനിമയായിട്ട് മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങൾ എന്താണെങ്കിലും ലൈഫിൽ എന്ത് കാര്യം വേണമെങ്കിലും സിദ്ദിഖിനോട് ചോദിച്ചിട്ടേ ചെയ്യാം. സിദ്ദിഖിനോടും ചോദിക്കരുത്, ജോഷി സാറിനും ചോദിക്കരുത്. സിദ്ദിഖ് എൻ്റെ കറക്റ്റ് റൂട്ട് പറഞ്ഞു തരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അത് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ നേരത്തെ സാറിൻ്റെ സിനിമകളെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയുടെ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ചില ആളുകൾക്ക് ചില കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു വലിയ ഭാഗ്യമാണ്. അവരെ കാണുന്നവരെല്ലാം ആ സിനിമയും ആ ഒരു കഥാപാത്രവും പറയും. അത്തരത്തിൽ മറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സിദ്ദിഖ് സാറിൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രം ആളുകൾ എടുത്തു പറയുന്ന ഒരു കലാകാരൻ, ക്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിലെ ആ മദ്യപാനിയെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കലാകാരൻ ശ്രീ അനിയപ്പൻ. എൻ്റെ സുഹൃത്തുണ്ട് മഞ്ജൂഷ്, തൃപ്പൂണിത്തുറയാണ്. മഞ്ജൂഷിൻ്റെ ഫ്രണ്ടാണ് സിറാജിക്ക. ഈ സിറാജിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് സിദ്ദിഖ് സാർ. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഭയങ്കര ഉള്ള ആളാണ്. അങ്ങനെ പറഞ്ഞ് ഈ അനിയപ്പനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അവനിപ്പോൾ കലാപ്രതിഭയൊക്കെ ആയിട്ടൊരു പാവപ്പെട്ട പയ്യനാണ്, എന്തെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. അങ്ങനെ നേരെ സിദ്ദിഖ് സാറിലേക്ക് ഒരു എത്തിപ്പെടുകയും ഞാനും മഞ്ജൂഷും കൂടി സാറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. വീട്ടിൽ കയറി അവിടെ ചെന്ന് സാറിനെ കണ്ടു. പുള്ളി പറഞ്ഞ് കഴിവുള്ളകളിൽ എപ്പോഴും രക്ഷപ്പെടും അനിയപ്പ, ഈ പടത്തിലെല്ലാം കാസ്റ്റിംഗ് ആയി കഴിഞ്ഞു, പിന്നെ അടുത്ത മൂവിയിൽ അനിയപ്പനെ ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം സാധാരണ ഒരാൾക്കാരുടെ പോലെ. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെട്ടെന്നൊരു വാക്ക് ഒരു വലിയ വാക്കാണ്. അപ്പം സാറേ അയാൾ ഇവിടം വരെ എത്തിയതല്ലേ സാറേ, അവൻ്റെ ആ കഴിവൊന്ന് കാണിക്കട്ടെ സാറേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ കള്ളുകൂടിയൻ അവിടെ കാണിക്കുകയാണ്. അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു അനിയപ്പ നമുക്ക് നോക്കാം, ഏതായാലും അടുത്ത പടത്തിൽ എങ്ങനെയായാലും അനിയപ്പനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോന്നു. ഞാൻ ഇന്നും ക്രോണിക് ബാച്ചിൽ കള്ളുകൂടിയൻ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഞാൻ അന്ന് ആ സമയങ്ങളിൽ ഞാൻ 10-26 സിനിമ അഭിനയിച്ചെങ്കിലും പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ക്രോണിക് ബാച്ചിൽ കള്ളുകൂടിയൻ. ഞാൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുമ്പോഴും പിഷാരടിക്ക് അറിയാം, നടക്കൽ വന്നിട്ടും ആൾക്കാർ പറയും ദേ കുടിയൻ നിൽക്കണം അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ ഇപ്പോഴും അറിയുന്നത് ആ ക്രോണിക് ബാച്ചിൽ കുടിയൻ എന്നാണ്. ഒരു വിദേശയാത്ര കോവിഡിന്റെ സമയത്തൊക്കെ ഒന്ന് അവിടെ പെട്ടുപോയി. കുറച്ചധികം നാൾ അവിടെയായിരുന്നു, അമേരിക്കയിലായിരുന്നു 6 മാസത്തോളം. അതൊരു വലിയ പെടലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പെട്ടു വന്നിട്ടാണ്, അതും കഴിഞ്ഞ് ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു തോന്നുന്നല്ലേ അദ്ദേഹം നമ്മുടെ വീട്ടിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത്. ഒരു സിനിമയുടെ എഴുത്തും വെച്ചിട്ടുള്ളൊരു പടത്തിന്റെ ഇതായിരുന്നു. ആ സമയത്താണ് അസുഖം വരുന്നതും ആശുപത്രിയിലാകുന്നതും. ഞങ്ങളുടെ സംഘടനയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമാ ലോകത്താണെങ്കിലും എല്ലാം ഇത്തിരി സ്പീഡായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് വയ്യാന്ന് നമ്മൾ കേൾക്കലും സിദ്ദിഖയുടെ വിയോഗവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതായിരുന്നു. അറിയിച്ചില്ല. ഞാൻ സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ ഐസിയുലാണെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണാൻ വേണ്ടി പോയി ഐസിയുല് ഞാൻ കയറി. എന്നെ ആരും കയറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സിദ്ദിഖിനെ കണ്ടോ തകർന്ന് തരിപ്പണമായിപ്പോയി. കാരണം നമുക്കൊരാൾക്ക് സുഖമില്ലാതെ കിടക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ടല്ലോ, അതൊന്നും അല്ല അവിടെ കണ്ടത്. അവിടെ വെച്ച് ഞാൻ തല ഇറങ്ങിയിട്ട് പിന്നെ അവരെ കൂടി എന്നെ അവിടെ കിടത്തി
വെള്ളമൊക്കെ തന്ന് കുറെ നേരം അവിടെ കിടത്തിയിട്ട് ആ മുറി കിടത്തിയിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത്. കാരണം അങ്ങനെ മാറിപ്പോയിരുന്നു. ആ അവസ്ഥ വരെ പുള്ളി ഇത് അറിയിക്കാണ്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. ആരോടും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ മാതിരി ലാലേട്ടൻ കാണുന്നത് സെക്കൻഡ് ഇതിലാണ്. ആദ്യം പുള്ളി കുറച്ച് ദിവസം ഒരു വേറെ ഹോസ്പിറ്റലിൽ പുള്ളി അഡ്മിറ്റ് ആയിരുന്നു. ഒരു 10-15 ദിവസത്തോളം. പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല. അതാരും പുള്ളി ആരടുത്തും പുള്ളി അദ്ദേഹം പറഞ്ഞിരുന്നു അറിയിക്കണ്ടെന്ന്. അണ്ണൻ ആരോടും പറയണ്ടെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞില്ല. പറയണ്ടെന്ന് മാത്രമല്ല ആരും കാണണ്ട, ആരും വന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള ആരും അറിയണ്ട, എന്നെ ആരും വന്ന് കാണണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആഗ്രഹമായിരുന്നു പുള്ളിക്ക്. അതൊരു മസ്റ്റായിരുന്നു. അതാണ് നമ്മുടെ ജനറൽ ബോഡിയിൽ വരാതെ പോയി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അതാണ് പോയത്. ഈ 15 ദിവസം പോയി എന്ന് പറയാം. ഡോക്ടറിനെ അറിയാം. ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു ദിവസം പുള്ളി ലീവ് എടുത്തിട്ടാണ് അന്ന് ഈദിന്റെ അന്നാണ് വീട്ടിൽ വരുന്നത്. അന്ന് ഉച്ചക്ക് വന്നിട്ട് രാത്രിയാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പൊ ഈദിനെല്ലാം ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഇതാണ്, സിദ്ദിഖയുടെ വീട്ടിലാണ് കൂടുന്നത്. അങ്ങനെ ആ സമയത്ത് രാത്രി ഒരു 10 മണിക്കാണ് പുള്ളി വീണ്ടും പോകുന്നത്. വളരെ ടയർഡായിട്ടാണ് പോകുന്നത്. ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ആളാണ്. അപ്പോ അതെടുത്ത് പറയണം. ഒന്നുമില്ല, സിഗരറ്റ് വലിയില്ല, മുറുക്കലില്ല. അപ്പൊ സാധാരണ ഈദ് കഴിഞ്ഞാല് ഞങ്ങളെല്ലാവരും പോകുന്നത് സിദ്ദീഖാണ്, COF ചെയ്ത് എല്ലാവരും ഓക്കെ ഞങ്ങൾ ഓരോരുത്തർ പോകുമ്പോഴേ ഏതാണ്ട് ഒരു 10-11 മണി എല്ലാവരും അവിടെ നിന്ന് പോകും. അപ്പോൾ അന്ന് സംഭവിച്ചതല്ല, ഇക്കാണ് എല്ലാവരെയും ബൈ പറഞ്ഞു പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. ആ പോക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പിന്നെ പുള്ളി വരുന്നത് ഇതായിട്ടാണ്. ഓർമ്മയിലെ